അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മാൽ ഫംഗ്ഷൻ ലൈറ്റ് കത്തി കിടപ്പുണ്ട്, സെൽഫും വർക്കാകുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. OBD സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള OBD സ്കാൻ എന്ന് പറഞ്ഞാൽ ലോഞ്ച് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട ആ കോഡ് വെയർ വരുന്നത് KTM-നൊക്കെ ഉപയോഗിക്കുന്ന കോഡ് വെയർ, ഹോണ്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കോഡ് വെയർ വെച്ച് നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്ത് നമ്മളത് സ്കാനിങ്ങിന് കൊടുത്തേക്കാണ്. അപ്പോൾ സ്കാനിങ്ങിന് അതിനെന്താ റീസൺ എന്താ കത്തി കിടക്കുന്ന റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ECU-ന് 3 കംപ്ലയിൻ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് റീസ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലയിൻ്റ് പറയുന്നത്. അപ്പോൾ നമുക്കതിപ്പോൾ ആ മാനുഫാക്ചറിങ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കമ്പനി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ടാകാത്തതെന്നുള്ളൊരു നമുക്ക് ഇതിൻ്റെ റീസൺ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ അത് ഞാൻ ഇറേസ് ചെയ്ത് കൊടുത്തിപ്പോൾ നോ ഫോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നോ ഫോൾട്ട് കാണിച്ചത് അതിൻ്റെ മാൽ ഫംഗ്ഷൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം ആ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. നമുക്കിനി എന്താണ് നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം.